ആലിലം കമ്മ്യൂണിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് കെ സ്മാർട്ടിലൂടെ എങ്ങനെയാണ് ബിൽഡിംഗ് ടാക്സ്, അതായത് പ്രോപ്പർട്ടീൻ്റെ ടാക്സ് എങ്ങനെയാണ് അടയ്ക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഗൂഗിൾ വെബ് ബ്രൗസറിൽ നമുക്ക് കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കെ സ്മാർട്ട് ഡെലിവറിങ് ഡിജിറ്റൽ ഹാപ്പിനെസ് എന്ന് വരുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും പേ ടാക്സ് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേജിലോട്ടാണ് വന്നിട്ടുള്ളത്. സിറ്റിസൺ ആയിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെൻഡ് OTP കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫോണിലോട്ട് OTP വന്നിട്ടുണ്ടാവും. നമ്മൾ രജിസ്റ്റർ ചെയ്ത ഫോണിലോട്ട് ആ OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ OTP ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മൾ ലോഗിൻ ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്കിവിടെ വരുത്തുണ്ടാവില്ല. കാരണം നമ്മളിവിടെ മേളിൽ നിന്ന് അപ്ലൈ എന്നുള്ളിടത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ അപ്ലൈ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ടാക്സ് പേയ്മെൻറ്റ്സ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പ്ലസ് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് പേ യുവർ ടാക്സ് എന്ന് കാണാൻ വേണ്ടി പറ്റും, പേ ടാക്സ് ഫോർ അതേഴ്സ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് പേ ടാക്സ് ഫോർ അതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പ്രോപ്പർട്ടീൻ്റെ ബിൽഡിങ്ങിൻ്റെ ടാക്സ് ഒക്കെ നമ്മൾ അടച്ചുകൊണ്ടിരുന്നത് നമ്മൾ സഞ്ചയയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റീൻ്റെയും കോർപ്പറേഷൻ്റെയും ഒന്നും അതിനകത്ത് പറ്റില്ല. നമുക്കിപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രമാണ് അതിനകത്ത് അടയ്ക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സർവീസസ് ഒക്കെ ഇതിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൂടെയാണ് നമ്മൾ അടയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ബിൽഡിംഗ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ സ്മാർട്ട് സെർച്ച് ഉണ്ട്, അഡ്വാൻസ്ഡ് സെർച്ച് ഉണ്ട്. അപ്പോൾ സ്മാർട്ട് സെർച്ച് എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ, ആധാർ, ബിൽഡിംഗ് നമ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഈ അക്കൗണ്ടിനകത്ത് നമ്മുടെ ബിൽഡിങ് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ്ഡ് സെർച്ച് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പാലിറ്റി ആണോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ആണോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോക്കൽ ബോഡി നെയിം ഏതാ വരുന്നതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സോണൽ ഓഫീസ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമ്മൾ ഒരെണ്ണം കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ മെയിൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് അത് വരുന്നതായിരിക്കും. പിന്നെ വാർഡ് ഇയർ എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇയർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 2013 ആണ്. അപ്പോൾ അത് കൊടുക്കുക. പിന്നെ നമ്മുടെ വാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡോർ നമ്പർ, അതായത് നമ്മുടെ വീട്ടു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ വീട്ടു നമ്പറിൻ്റെ ഒക്കെ കൂടെ ഇപ്പോൾ 178A എന്നാണെങ്കിൽ ഈ 78A എന്ന് വരുന്നില്ലേ, അതാണ് സബ് നമ്പറായിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ളതാണ് 178 ഡോർ നമ്പർ കൊടുത്ത് A ആണ് സബ് നമ്പർ വരിക. അല്ലാത്തവർക്ക് ഡോർ നമ്പർ മാത്രം കൊടുക്കുക. പിന്നെ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് വേഗം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണറിൻ്റെ നെയിം, ഹൗസ് നെയിം ഒക്കെ കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ താഴെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അവിടെ പേ നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപയാണ് എമൗണ്ട് വരുന്നതെന്ന് കാണാൻ വേണ്ടി പറ്റും. എമൗണ്ട് അതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അതിനകത്ത് അവിടെ പേ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ആപ്ലിക്കൻ്റെ നമ്പർ നമുക്കിപ്പോൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നമുക്ക് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ വേണ്ടത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ ആപ്ലിക്കൻ നമ്പർ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഡിമാൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇപ്പോൾ സൈറ്റിൽ അപ്ഡേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് പേ ടാക്സ് കൊടുത്ത് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. പേ നൗ കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ തന്നെ UPI ഉപയോഗിച്ചോ, കാർഡ് ഉപയോഗിച്ചോ, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ, QR കോഡ് സ്കാൻ ചെയ്തൊക്കെ നമുക്ക്
പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ റെസിപ്റ്റ് കാണാം. അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടെങ്കിലും വേഗം എടുത്ത് വെക്കുക കേട്ടോ. ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ആ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ബിൽഡിംഗ് ടാക്സ് നമ്മൾ നേരത്തെ മറ്റേ പോർട്ടലിലായിരുന്നു അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാ സേവനങ്ങളും, അതായത് കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും റിലേറ്റഡ് ആയിട്ടുള്ള ആ സേവനങ്ങളൊക്കെ ഇപ്പോൾ K-സ്മാർട്ടിലോട്ട് ടോട്ടലായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഏപ്രിൽ ആകുമ്പോഴത്തേക്കും പഞ്ചായത്തിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.